ബഹുമാനപ്പെട്ട മത്സ്യബന്ധനം സാംസ്കാരികം യുവജനകാര്യ വകുപ്പ് മന്ത്രി. സർ, മത്സ്യവകുപ്പിൻ്റെ കുറേയേറെ കാര്യങ്ങളിലൂടെ ചർച്ച ചെയ്യപ്പെടാൻ വേണ്ടി ബഹുമാനപ്പെട്ട അംഗങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇന്നലെ പറഞ്ഞ പോലെ അങ്ങ് കയറി പെട്ടെന്ന് ഇടപെട്ട് പ്രയാസപ്പെടുത്തരുതെന്ന് ആദ്യം തന്നെ അഭ്യർത്ഥിക്കുക. എനിക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യം, പ്രതിപക്ഷത്തിന് ഞാനൊരു നന്ദി പറയുകയാണ്. കാരണം ഞാൻ ഈ വകുപ്പ് കൈകാര്യം ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം ആദ്യമായിട്ടാണ് ധനാഭ്യർത്ഥനയെ പറ്റിയുള്ള ചർച്ച നടക്കുന്നത്. കഴിഞ്ഞ എല്ലാ ധനാഭ്യർത്ഥനകളുടെ സോഴ്സും അവർ ബഹിഷ്കരിച്ച് നിയമസഭ അവസാനിപ്പിച്ചു പോയി. ആദ്യമായിട്ട് ഇങ്ങനൊരു അവസരം തന്ന പ്രതിപക്ഷത്തോട് ഞാൻ ആദ്യമായി ഒരു നന്ദി രേഖപ്പെടുത്തുകയാണ്. സാർ, ഇവിടെ മത്സ്യത്തൊഴിലാളിയെ സംബന്ധിച്ച് സുരക്ഷയ്ക്കും സാമൂഹ്യമായ പുരോഗതിക്കും വലിയ തരത്തിലുള്ള പരിരക്ഷ ഉറപ്പാക്കുന്ന ഒരു ഗവൺമെൻറ് എന്ന നിലയിൽ അവരുടെ ജീവനും സ്വത്തിനും തൊഴിലിനും വിദ്യാഭ്യാസത്തിനും സംരക്ഷണം ഉറപ്പാക്കുന്ന പദ്ധതികളാണ് ഈ കഴിഞ്ഞ രണ്ട് സന്ദർഭങ്ങളായിട്ടുള്ള പിണറായി വിജയൻ ഗവൺമെൻറ് നടപ്പാക്കി വരുന്നത്. ഈ പദ്ധതികളുടെ ഭാഗമായി ഒരു പക്ഷേ ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ പ്രളയത്തെ നേരിട്ട കേരളത്തിൻ്റെ സൈന്യം എന്ന് കേരളത്തിലെ മുഖ്യമന്ത്രി വിശേഷിപ്പിച്ച മത്സ്യത്തൊഴിലാളി വിഭാഗത്തെ ചേർത്ത് പിടിച്ചുകൊണ്ടാണ് ഈ ഗവൺമെൻറ്റിൻ്റെ എല്ലാ പ്രവർത്തനവും നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ രണ്ട് ഭാഗത്തു നിന്നും നടത്തിയ ചർച്ച നമ്മുടെ മേഖലയെ സംബന്ധിച്ച് വലിയ പ്രതീക്ഷ നൽകുന്ന ചർച്ചകളാണ്. സാർ, ഈ കഴിഞ്ഞ കാലത്ത് മത്സ്യമേഖലയുടെ ആഭ്യന്തര ഉൽപ്പാദനം ഏതാണ്ട് നല്ല നിലയിലുള്ള ഒരു വർധനവ് നമുക്കുണ്ടാക്കാൻ കഴിയും. ആകെയുള്ള ആഭ്യന്തര ഉൽപ്പാദനത്തിൽ മത്സ്യമേഖലയുടെ പങ്ക് 14-15 1.37% ആയിരുന്നെങ്കിൽ ഈ 23-24 വർഷമാകുമ്പോൾ 1.5% വർദ്ധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഉൽപ്പാദന മേഖലയിൽ മത്സ്യമേഖലയുടെ പങ്ക് 10.45% നിന്ന് 17.2% വർദ്ധിച്ചിട്ടുണ്ട്. സാർ, ഇത് ഈ രണ്ട് ഗവൺമെൻറ്റുകളുടെ ഏറ്റവും വലിയ നേട്ടമായിട്ടാണ് ഞാൻ കാണുന്നത്. സാർ, മത്സ്യകൃഷിയുടെ ഉൽപ്പാദനത്തിൽ നമുക്ക് വളർച്ച ഉണ്ടായിട്ടുണ്ട്. 2016-17 30,000 ടണ്ണിന് താഴെയായിരുന്നത് സാർ ഇപ്പോൾ 41,000 ടണ്ണായി വർദ്ധിപ്പിക്കുവാൻ സർക്കാരിൻ്റെ കൃത്യമായ ഇടപെടൽ വഴി കഴിഞ്ഞിട്ടുണ്ട്. സാർ, ഇവിടെ വന്നൊരു പ്രശ്നം, പല അംഗങ്ങളും ഉന്നയിച്ചൊരു പ്രശ്നം, നമ്മുടെ സാധ്യതകളുടെ എത്ര ശതമാനം വരെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് വലിയ പ്രശ്നമാണ്. സാർ, കൃഷി ചെയ്യുന്ന ഭൂമിയിൽ നമുക്ക് മത്സ്യകൃഷി ചെയ്യാൻ കഴിയില്ല, നെൽകൃഷി, ഇതര കൃഷികൾ. പക്ഷെ വർഷങ്ങളായി തരിച്ചു കിടക്കുന്ന ഭൂമിയിൽ മത്സ്യകൃഷി നടപ്പാക്കുന്നതിന് വേണ്ടിയുള്ള ആലോചന ഗവൺമെൻറ് ആരംഭിച്ചു. അതിൻ്റെ ഭാഗമായി തരിച്ചു കിടക്കുന്ന ഭൂമിയിൽ കൃഷി ചെയ്യാൻ വേണ്ടി 2 യോഗങ്ങൾ ബഹുമാനപ്പെട്ട കൃഷിമന്ത്രിയും ഞാനും കൂടി ചേർന്ന് നടത്തി. ഒരു ജോയിൻറ്റ് ഇൻസ്പെക്ഷൻ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. സാർ, ഈ ജോയിൻറ്റ് ഇൻസ്പെക്ഷനിൽ കേരളത്തിൽ വർഷങ്ങളായി ഉപയോഗിക്കാത്ത സ്ഥലങ്ങളിൽ വരാമി കൃഷി ഉൾപ്പെടെ, അല്ലെ ഉൾനാടൻ മേഖലയിൽ കൃഷി ഉൾപ്പെടെ ആ സ്ഥലത്ത് ഏറ്റെടുത്ത് നടപ്പാക്കിയാൽ കേരളത്തിൻ്റെ ഇന്നുള്ള സമ്പദ്ഘടനയിൽ, റവന്യൂ വരുമാനത്തിൽ, തൊഴിലിൽ, ഉൽപ്പാദന വളർച്ചയിൽ വലിയ തരത്തിലുള്ള മാറ്റം ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പോൾ ഞങ്ങൾ ഗവൺമെൻറ് എന്നുള്ളതിൽ ഞങ്ങൾ ലക്ഷ്യമിടുന്ന കാര്യം അതാണ്. ആ തരത്തിൽ തീർച്ചയായിട്ടും ഒരു വലിയ മുന്നേറ്റം നമുക്കുണ്ടാക്കാൻ കഴിയും. സാർ, ഏതാണ്ട് 425 കോടി രൂപ ഈ വർഷം സംസ്ഥാന ബഡ്ജറ്റിൽ നമുക്ക് അനുവദിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷങ്ങളിലാകെ നമ്മുടെ സംസ്ഥാനത്ത് ഏതാണ്ട് 11,000 കോടി രൂപ മത്സ്യമേഖലയുടെ വികസനത്തിന് വേണ്ടി മത്സ്യവകുപ്പ് വഴി ചെലവഴിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മത്സ്യവകുപ്പ് അല്ലാത്ത ഇതര വകുപ്പുകൾ കൂടി ചേർത്താൽ വലിയ തരത്തിലുള്ള ഒരു സാമ്പത്തിക ഇടപെടലാണ് കേരളത്തിൻ്റെ മത്സ്യമേഖല നമ്മൾ നടപ്പാക്കുന്നത്. സാർ, ഇവിടെ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നമ്മുടെ അംഗങ്ങൾ ഉന്നയിച്ചു. അതിലൊന്ന് ഈ ഭവന പദ്ധതി സംബന്ധിച്ചാണ്. ബഹുമാനപ്പെട്ട വിൻസെൻ്റ് അവസാനം പറഞ്ഞു, ആന്റണി രാജു പറഞ്ഞത് മന്ത്രി പറയാത്ത കണക്കാണ്. സാർ, ഈ ധനാഭ്യർത്ഥന ചർച്ച വന്നപ്പോൾ ഒരു വിശദമായ പരിശോധന മത്സ്യവകുപ്പിനെ കൊണ്ടേ നടത്തിച്ചു.
ഇതിന്റെ ഭാഗമായി സാർ 2016 മുതൽ 21 വരെ കേരളത്തിൽ 5055 വീടുകൾ നമുക്ക് നിർമ്മിക്കാൻ കഴിയും. 2021 മുതൽ 23 വരെ സാർ കേരളത്തിൽ 15192 വീട് നിർമ്മിക്കാൻ കഴിയും. സാർ 2016 മുതൽ 2023 വരെ കേരളത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ 20,247 വീടുകൾ നിർമ്മിച്ച് ജനങ്ങൾ കൊടുത്തു, മത്സ്യത്തൊഴിലാളികൾ. ഇതിങ്ങനെ ഇരുന്നാൽ ശരിയാവില്ല കേട്ടോ. സർ, അങ്ങ് 2 ദിവസം മുമ്പ് ഈ നിയമസഭയിൽ അങ്ങ് നൽകിയിട്ടുള്ള ഒരു മറുപടി ഉണ്ടായിരുന്നു. പറയട്ടെ. 12,000 വീട് കണക്കാ പറയട്ടെ. വിൻസെന്റ്, നിങ്ങൾ ഡിമാൻഡിൽ പങ്കെടുത്ത് ചർച്ചയിൽ പങ്കെടുത്താളാ അദ്ദേഹം സംസാരിച്ച് സർ, അങ്ങ് അന്ന് പറഞ്ഞത് 10,000 വീടുകൾ, ഇന്നിപ്പോ അങ്ങ് 20,000 എന്ന് പറയാണ്. ഇവിടെ റെക്കോർഡാണ് സാർ, ഈ റെക്കോർഡാണ്, അങ്ങേക്ക് പരിശോധിക്കാം. ദിവസത്തെ മറുപടിയിൽ 12,000-ൽ പരം വീടുകളുടെ കണക്കാണ് ഞാൻ വെച്ചത്. എന്നാൽ ഈ ഗവൺമെന്റ് വന്നതിന് ശേഷമുള്ള വിശദമായ പരിശോധന ഡിപ്പാർട്ട്മെന്റ് വഴി നടത്തി. അതിൽ ലൈഫ് മിഷൻ വഴി വന്ന വീടിന്റെ കണക്കിലാണ് പ്രശ്നം വന്നത്. ഡിപ്പാർട്ട്മെന്റ് വഴി 2023 വർഷം ധനസഹായം അനുവദിച്ച വീട് 411, പുനർഗേഹം വഴി അനുവദിച്ച വീട് 2064, ഫ്ളാറ്റിൽ പുനരധിവസിപ്പിച്ചവരുടെ എണ്ണം 390. എന്നാൽ ലൈഫ് മിഷന്റെ കണക്ക് ഞാൻ പറഞ്ഞില്ല. കേക്ക് വിൻസെന്റ്, ഇങ്ങോട്ട് കേക്ക്. 12,327 വീടുകൾ മത്സ്യമേഖല ലൈഫ് മിഷൻ വഴി കൊടുത്തു. ഈ കണക്കൂടെ ചേർക്കുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ കണക്കിൽ നിന്ന് വ്യത്യസ്തമായ കണക്കാണ് ഞാനിവിടെ ഉന്നയിക്കുന്നത്. ആധികാരികമായ ഡോക്യുമെന്റ് വേണമെങ്കിൽ ഞാൻ സഭയുടെ മുമ്പിൽ സമർപ്പിക്കാൻ തയ്യാറാണ്. സാർ, വിദ്യാഭ്യാസ മേഖലയിൽ വലിയ തരത്തിലുള്ള ഇടപെടലാണ് നമ്മുടെ ഗവൺമെന്റ് നടത്തി. ഇവിടെ നമ്മുടെ മെമ്പർമാർ അതിനെപ്പറ്റിയെല്ലാം ഇവിടെ വിശദീകരിച്ചു. അതിന്റെ ഭാഗമായി സർ 40 കോടി രൂപ നമുക്ക് ആവശ്യമാണ്. കേന്ദ്ര ഗവൺമെന്റ് നയങ്ങൾ മൂലം സാമ്പത്തികമായ പ്രതിസന്ധിയല്ല ഇവിടെ വിശദീകരിച്ചാൽ അതിലേക്ക് പോകുന്നില്ല. 2023-24 സാമ്പത്തിക വർഷം 32.02 കോടി രൂപ അനുവദിച്ചത്. 23-24 വർഷം റീഅപ്രോപ്രിയേഷൻ വഴി ലഭിച്ച 16 കോടി രൂപ ലഭിച്ചു. ഇത്തരത്തിൽ സാർ 23-24 വർഷം 48.02 കോടി രൂപയുടെ വിദ്യാഭ്യാസ ആനുകൂല്യം ഈ ഗവൺമെന്റ് കാലത്ത് കൊടുത്തു കഴിഞ്ഞ വർഷം. 24 വർഷം ബഡ്ജറ്റിൽ ഇപ്പോൾ 36.78 കോടി രൂപ വിദ്യാഭ്യാസ ആനുകൂല്യത്തിനായി വകയിരുത്തി. സാർ, ഇവിടെ പറഞ്ഞ കാര്യത്തിൽ ഒരു പരാമർശം ശരിയാണ്. 33 കോടി രൂപ കൂടി നമുക്ക് ലഭിച്ചെങ്കിൽ മാത്രമേ കുടിശ്ശിക അടക്കം നമുക്ക് പൂർത്തീകരിക്കാൻ കഴിയൂ. കഴിഞ്ഞ പ്രാവശ്യം അനുവദിക്കപ്പെട്ട പണത്തേക്കാൾ 16 കോടി കൂടുതലായി ധനവകുപ്പ് തന്നു. അപ്പോൾ ഈ വർഷം ആ പണം കൂടി റീഅപ്രോപ്രിയേഷൻ വഴി വാങ്ങി എല്ലാവരുടെയും കുട്ടികളുടെ വിദ്യാഭ്യാസ ആനുകൂല്യം കൊടുക്കാനാണ് ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത്. ആ കാര്യത്തിൽ ആശങ്ക വേണ്ട. മത്സ്യത്തൊഴിലാളി കുട്ടികൾക്ക് കൊടുക്കാനുള്ള മുഴുവൻ വിദ്യാഭ്യാസ ആനുകൂല്യവും ഈ ഗവൺമെന്റിന്റെ ഈ കാലയളവിൽ കൊടുത്ത് തീർത്തിരിക്കും എന്ന് ഈ സഭയ്ക്ക് ഞാൻ ഉറപ്പു തരാൻ ആഗ്രഹിക്കുകയാണ്. സർ, ഇവിടെ ഇൻഷുറൻസിനെ പറ്റിയുള്ള പരാമർശം വന്നു. സർ, അതിനു മുമ്പൊരു കാര്യം, കേന്ദ്ര നയങ്ങളുമായി ബന്ധപ്പെട്ട് ചില പരാമർശങ്ങൾ വന്നല്ലോ. സാർ, സംസ്ഥാന ഗവൺമെന്റ് ബ്ലൂ എക്കണോമിയെ സംബന്ധിച്ചും ധാതുമണൽ ഖനനത്തെ സംബന്ധിച്ചും കേന്ദ്ര നയങ്ങൾക്കെതിരായിട്ടുള്ള ശക്തമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. മത്സ്യത്തൊഴിലാളികളെ കടലിന്റെ മക്കളെന്ന വിശേഷണത്താൽ അറിയപ്പെടുന്ന മേഖല എന്ന നിലയിൽ മത്സ്യത്തൊഴിലാളികളെ കടലിൽ നിന്ന് നാട്ടിപ്പായിക്കാൻ നടത്തുന്ന കേന്ദ്ര നയങ്ങൾക്കെതിരായിട്ടുള്ള ശക്തമായ പോരാട്ടമാണ് ഗവൺമെന്റ് നടത്തുന്നത്. ആ കാര്യത്തിൽ അവിടെ നിന്ന് പറഞ്ഞ കാര്യങ്ങളോട് ഞാൻ യോജിക്കുകയാണ്. യോജിച്ച സമരവും പ്രക്ഷോഭവും ആ കാര്യത്തിൽ നമുക്ക് ഉയർത്തിക്കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. സർ, ഇൻഷുറൻസ് മേഖലയെ സംബന്ധിച്ച് പരാമർശിച്ചു. ബഹുമാനപ്പെട്ട അംഗം വിനോദ് പറഞ്ഞത് സാഹസികമായ തൊഴിലാണ്, ഒരു സംശയമില്ല. മത്സ്യത്തൊഴിലാളികൾ മരണമടഞ്ഞാൽ 2016 സാർ 5 ലക്ഷമായിരുന്നു ഇൻഷുറൻസ് തുക. ഇവിടെ 11-16 ഭരണം നടത്തിയ കാലത്തെ നടപടിക്രമങ്ങളൊന്നും ഞാൻ വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. സാർ, 5 ലക്ഷം രൂപ ഇൻഷുറൻസ് ഉണ്ടായിരുന്ന സ്ഥാനത്ത് പിണറായി വിജയൻ ഗവൺമെന്റ് അധികാരത്തിൽ വന്ന ഈ കാലയളവിൽ 20 ലക്ഷമായി ഇൻഷുറൻസ് തുക വർദ്ധിപ്പിച്ചു. അതിൽ മത്സ്യഫെഡ് വഴി 10 ലക്ഷം രൂപയുടെ പോളിസി, ചെറിയൊരു പ്രീമിയമാണ് മേടിക്കുന്നത്. കഴിഞ്ഞ വർഷം മേടിച്ച 500 രൂപയാണ്. അതുപോലെ തന്നെ മത്സ്യവകുപ്പിന്റെ മറ്റൊരു തരത്തിൽ നമ്മൾ നടപ്പാക്കുന്ന ഇൻഷുറൻസ് പദ്ധതി
അത് പൂർണ്ണമായി സംസ്ഥാന ഗവൺമെന്റ് ക്ഷേമനിധി ബോർഡിന് കൊടുത്ത് പൂർണ്ണമായി 10 ലക്ഷം രൂപ ഇൻഷുറൻസ് കൊടുക്കുകയാണ്. കേരളമല്ലാതെ മറ്റൊരു സംസ്ഥാനത്തും ഇത്രയും മത്സ്യത്തൊഴിലാളി അപകടത്തിൽപ്പെട്ട് മരണപ്പെട്ടാൽ ഇൻഷുറൻസ് കൊടുക്കുന്ന ഒരു സംസ്ഥാനവും ഇന്ത്യയിലില്ല എന്ന് അഭിമാനത്തോടെ പറയുന്നു. അതിൽ 15 ലക്ഷം രൂപയുടെ വർധന വരുത്തിയത് ഈ ഗവൺമെന്റ് കാലത്താണ്. സർ, ഇതിന്റെ ഭാഗമായി ഇവിടെ ഉന്നയിച്ചൊരു പ്രശ്നമുണ്ട്. മത്സ്യത്തൊഴിലാളികൾ ഉപയോഗിക്കുന്ന യാനങ്ങളെ സംബന്ധിച്ച്. സർ, മത്സ്യത്തൊഴിലാളികൾ കൂടുതലായി ഉപയോഗിക്കുന്ന പ്ലൈവുഡ് യാനങ്ങളായിരുന്നു. ചെറിയ അപകടങ്ങളെപ്പോലും അതിജീവിക്കാൻ കഴിയാത്ത സാഹചര്യമായിരുന്നു. സുരക്ഷിതമായ യാനങ്ങൾ എന്ന നിലയിൽ പ്ലൈവുഡ് യാനങ്ങൾക്ക് പകരമായി FRP യാനങ്ങൾ അനുവദിച്ചുകൊണ്ടുള്ള പദ്ധതി സംസ്ഥാന ഗവൺമെന്റ് നടപ്പാക്കി വരുന്നു. അതുപോലെ തന്നെ പരമ്പരാഗത മത്സ്യബന്ധന യാനങ്ങൾക്ക് 90% ഇൻഷുറൻസ് ക്ലെയിം, അതിനാവശ്യമായ പ്രീമിയം കൊടുക്കുന്നത് സംസ്ഥാന ഗവൺമെന്റാണ്. ഇവിടെ ബഹുമാനപ്പെട്ട ആന്റണി രാജു പറഞ്ഞ പോലെ തന്നെ അദാലത്തുകൾ ഞാൻ കഴിഞ്ഞ ദിവസം വിശദീകരിച്ചതാണ്. 201 പരാതികൾ 2004 മുതലുള്ളത് പരിഗണിച്ച് 28/12/2001 18/1/2022 നടപ്പാക്കിയ തിരുവനന്തപുരം കോഴിക്കോട് അദാലത്തിൽ 167 പരാതികൾക്ക് പരിഹാരം കണ്ട് 10 ലക്ഷം രൂപയും അതിനോട് തത്തുല്യമായ തുകയടക്കം 15,83,00,000 രൂപ കേരളത്തിലെ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളിക്ക് വാങ്ങിക്കൊടുത്തുകൊണ്ടാണ് ഈ ഗവൺമെന്റ് അതിന്റെ പ്രവർത്തനമായി മുന്നോട്ട് പോകുന്നത്. സാർ, ഇവിടെ പറഞ്ഞു വിദ്യാധീരം പദ്ധതി. മത്സ്യത്തൊഴിലാളിയുടെ കുട്ടികൾ പഠിക്കുന്നതിന്റെ ഭാഗമായി സാർ അവർക്ക് PSC, ബാങ്ക് ടെസ്റ്റ് തുടങ്ങിയ മത്സര പരീക്ഷകൾക്ക് പരിശീലനം കൊടുക്കുന്നു. മെഡിക്കൽ എൻട്രൻസിന് പരിശീലനം കൊടുക്കുന്നു. സാർ, 84 വിദ്യാർത്ഥികൾക്ക് MBBS പ്രവേശനം ലഭിച്ചു. 142 പേർക്ക് വിവിധ പ്രൊഫഷണൽ കോഴ്സുകൾക്ക് പ്രവേശനം ലഭിച്ചു. സാർ, കേരളത്തിന്റെ തീരപ്രദേശത്ത് ഇത്രയും പ്രൊഫഷണലുകളെ സൃഷ്ടിച്ച ഒരു ഗവൺമെന്റ് ചരിത്രത്തിലുണ്ടായിട്ടില്ല എന്ന് അഭിമാനത്തോടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. സാർ, മത്സ്യഫെഡിന്റെ നേതൃത്വത്തിലുള്ള ഫിഷ് മാർട്ടുകൾ എല്ലാ മണ്ഡലങ്ങളിലും ആരംഭിക്കുകയാണ്. ബഹുമാനപ്പെട്ട MLA കൂടി സഹായിക്കണം. ഇപ്പോ 121 ഫിഷ് മാർട്ടുകൾ ആരംഭിച്ചിട്ടുണ്ട്. അന്തിപ്പച്ച എന്ന വാഹനത്തിന് വേണ്ടി ഒരു കത്ത് ഞാൻ ബഹുമാനപ്പെട്ട MLA തന്നിരുന്നു. അല്ല, അതിപ്പം ADS മാറ്റി STF കൊടുത്താൽ കിട്ടാൻ സാധ്യതയുണ്ട്. ബഹുമാനപ്പെട്ട ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞോണ്ട്, ബഹുമാനപ്പെട്ട മന്ത്രിയുമായിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അന്തിപ്പച്ചയ്ക്ക് വാഹനം മേടിച്ചു കൊടുക്കുക, നല്ല മത്സ്യം നമ്മുടെ വീടുകളിലെത്തും. ഒപ്പം ഫിഷ് മാർട്ട് തുടങ്ങാനുള്ള ഒരു സൗകര്യം കൂടി MLA ഏർപ്പെടുത്തിയാൽ 140 മണ്ഡലങ്ങളിലും നടപ്പാക്കാൻ കഴിയും. ഇപ്പം 141 നടപ്പാക്കി കഴിഞ്ഞു. മിനിസ്റ്റർ ഈൽഡ് ചെയ്താലും ഒരു നിശ്ചിത സമയത്ത് ഇവിടെ നടപടും കേട്ടോ. നിശ്ചിത സമയമായി സർ, ഈ കിഫ്ബി പദ്ധതി മുഖേന ആധുനിക രീതിയിലുള്ള ഫിഷ് മാർക്കറ്റുകൾ ആരംഭിക്കുമെന്ന് പറയുകയും എൻ്റെ കൊണ്ടോട്ടിയിലടക്കം അതിൻ്റെ എസ്റ്റിമേറ്റ് മറ്റൊക്കെ എടുത്തു പോവുകയും ചെയ്തിട്ടുണ്ട്. ആ പദ്ധതി ഇപ്പോൾ ഉപേക്ഷിച്ചിട്ടുണ്ടോ അതോ നടപ്പാക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണോ? മാർക്കറ്റിലേക്ക് വരാം. ഇനിയിപ്പം ദേവീയ ദുരിതത്തിലേക്കല്ലേ ബഹുമാനപ്പെട്ട സ്പീക്കർ. നിശ്ചിത സമയം കഴിഞ്ഞാൽ എന്തായാലും നിർത്തേണ്ടി വരും. അല്ല, ഞാൻ ചേർന്ന ധാരണയുണ്ട്. അല്ല, തെറ്റാണ്. ആ സമയം അല്ല, എനിക്കൊരു ധാരണയുണ്ട്. ബഹുമാനപ്പെട്ട ഗതാഗത സമയം വരെ നിങ്ങൾക്ക് കിട്ടും, അത്രേ ഉള്ളൂ. സാർ, സമുദ്ര ബസ്സിനെ പറ്റി ഇവിടെ പറഞ്ഞു. KSRTCയുമായി സഹകരിച്ചുകൊണ്ട് നല്ല നിലയിൽ പ്രവർത്തനം ആരംഭിച്ചു. വനിതകൾക്ക് മത്സ്യം അതിന്റെ ഫിഷ് ലാൻഡിംഗ് സെന്ററിൽ നിന്ന് എടുത്ത് അല്ലെങ്കിൽ ഹാർബറിൽ നിന്ന് എടുത്ത് മാർക്കറ്റിൽ എത്തിക്കുന്നതിനുള്ള സൗജന്യ യാത്ര നമുക്ക് ഫലപ്രദമായി നടപ്പാക്കാൻ കഴിയും. അതുപോലെ തന്നെ തീരദേശത്തെ ആരോഗ്യ കേന്ദ്രങ്ങൾ, എല്ലാ ആരോഗ്യ കേന്ദ്രങ്ങളെയും കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായി ഉയർത്താൻ കഴിഞ്ഞു ഈ ഗവൺമെന്റ് കാലത്ത്. നിസ്സാര കാര്യമാണോ? എല്ലാ ആരോഗ്യ കേന്ദ്രങ്ങളെയും കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായി ഉയർത്തി. അതുപോലെ തന്നെ അവിടുത്തെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് 30 കോടി രൂപ ഫിഷറീസ് വകുപ്പിൽ നിന്ന് ഈ കാലയളവിൽ കൊടുത്തു. സ്കൂളുകളെ സംബന്ധിച്ച് പറഞ്ഞല്ലോ, ഞാൻ ഇന്നലെ പറഞ്ഞു. സംസ്ഥാന പദ്ധതി വിഹിതത്തിൽ നിന്ന് 36 സ്കൂളുകൾക്ക് 70 കോടി രൂപ, കിഫ്ബിയിൽ നിന്ന് 57 സ്കൂളുകൾക്ക് 66 കോടി, 136 കോടി രൂപ അനുവദിച്ചു. ഇതിൽ 69 സ്കൂളുകളുടെ നിർമ്മാണം പൂർത്തീകരിച്ചു. ഇതുകൂടാതെ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ വേറെ. ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, പ്രതിപക്ഷമോ ഭരണപക്ഷമോ ഇല്ലാതെ കേരളത്തിന്റെ മത്സ്യമേഖലയിൽ, തീരമേഖലയിലെ ഭൂരിപക്ഷം വരുന്ന സ്കൂളുകളും ഇന്ന് ഉന്നത നിലവാരത്തിലേക്ക് മാറ്റി എന്ന അഭിമാനബോധത്താണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. സാർ, സ്വാതന്ത്ര്യതീരം മത്സ്യത്തൊഴിലാളികൾക്ക്, അനുബന്ധ തൊഴിലാളികൾക്ക് വൃക്ക, കരൾ സംബന്ധമായ മാരക രോഗങ്ങൾ, ക്യാൻസർ, പക്ഷാഘാതം
എന്നിവയ്ക്ക് തുടർ ചികിത്സ ഉറപ്പുവരുത്തുന്ന പദ്ധതി നടപ്പാക്കി. സാർ, തൊഴിൽ നഷ്ടത്തെ പറ്റി ഇവിടെ പറഞ്ഞല്ലോ. ഇവിടെ പറഞ്ഞ ബഹുമാനപ്പെട്ട അംഗം ഇതൊന്നും മനസ്സിലാക്കാതാണോ പറയുന്നത്? ഈ കാലയളവിൽ ഒരു ദിവസം തൊഴിലിന് പോകാതിരുന്നാൽ കാലാവസ്ഥ പ്രശ്നം മൂലം ഒരു ദിവസം 200 രൂപ കൊടുക്കും. ഈ തരത്തിൽ 1,65,000 മത്സ്യത്തൊഴിലാളിക്ക് 188.32 കോടി രൂപ ഇന്ത്യയിൽ കൊടുത്ത ഏക സംസ്ഥാനമാണ് കേരളം. എന്നിട്ട് പറയുന്നത് ഒന്നും തന്നില്ലെന്നാണ് പറയുന്നത്. എന്തിങ്ങനെ പറയുന്നത്? അത്രയും പണം കൊടുത്തു കഴിഞ്ഞു. കാലാവസ്ഥാ വ്യതിയാനം വരുന്നതനുസരിച്ച് ഇനി അടുത്ത കാലത്ത് കൊടുക്കും, ഒരു സംശയം വേണ്ട. സാർ, ഇവിടെ ഗവൺമെന്റ് നയം എന്താണെന്ന് ചോദിച്ചാൽ, എവിടെയെല്ലാം ജലാശയമുണ്ടോ അവിടെയെല്ലാം മത്സ്യകൃഷി നടത്തണമെന്നാണ് ഗവൺമെന്റ് നിലപാട്. അതിനുവേണ്ടി ബഹുമാനപ്പെട്ട MLA മാരൊന്ന് സഹായിക്കണം. അതിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നം, മത്സ്യവകുപ്പിന് നമ്മുടെ സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും എല്ലാ ബ്ലോക്കുകളിലും എല്ലാ പഞ്ചായത്തുകളിലും ആവശ്യമായ ഒരു സംവിധാനമില്ല. ഉള്ള കാര്യം ഉള്ള പോലെ പറയണമല്ലോ. അപ്പോൾ അവിടെ ജലാശയമുണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ പറ്റി ഇവിടെ പരാമർശിച്ചു. നമ്മൾ ഇടപെട്ടാൽ LDF UDF എന്ന നമ്മൾ ഇടപെട്ടാൽ കേരളത്തിലെ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും ഒരു ചെറിയ വിഹിതം മത്സ്യ ഉൽപാദനത്തിന് വേണ്ടി മാറ്റിവെക്കാം. സംസ്ഥാന ഗവൺമെന്റിന്റെ സഹായം കൂടി ചേർത്താൽ, നമ്മൾ കൊടുക്കുന്ന സബ്സിഡിയെ ചേർത്താൽ എല്ലാ ജലാശയങ്ങളിലും കൃഷി നടത്താൻ പറ്റും. എനിക്ക് ബഹുമാനപ്പെട്ട MLA മാരോട് പറയാനുള്ളത്, നിങ്ങളുടെ മണ്ഡലങ്ങളിലെ ജലാശയങ്ങൾ കണ്ടെത്തി കൃഷി ചെയ്യാൻ കഴിയുന്ന സ്ഥലത്ത് MLA സഹായവും ത്രിതല പഞ്ചായത്തിന്റെ സഹായവും സംസ്ഥാന ഫിഷറീസ് വകുപ്പിന്റെ സഹായം കൂടി ജോയിൻ ചെയ്ത് ഒരു പ്രോജക്റ്റ് നമുക്ക് നടപ്പാക്കിയാൽ ഇന്നുള്ളതിന്റെ 10 മടങ്ങ് ഉൽപാദനം നമുക്ക് നടപ്പാക്കാൻ കഴിയും. കേരളം സാമ്പത്തികമായി വളരുമെന്ന കാര്യം, തൊഴിൽ കിട്ടുന്ന കാര്യം പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. സാർ, സ്ത്രീകളുടെ കൂട്ടായ്മ സാഫ്, സാർ ഇന്നലെ 2 ദിവസം ഞങ്ങളുടെ ശില്പശാല നടത്തി. സാർ, 1 ലക്ഷം സ്ത്രീകൾക്ക് മത്സ്യബന്ധനത്തിന് പോകുന്ന കുടുംബങ്ങളിൽ അല്ലാത്ത തരത്തിലുള്ള തൊഴിലുകൾ കൊടുക്കാൻ കഴിയുന്ന രൂപത്തിലുള്ള ഒരു വലിയ പദ്ധതി ഗവൺമെന്റ് ഇപ്പോൾ രൂപം കൊടുക്കുകയാണ്. സാർ, 2023 വർഷം 24 വർഷം വരുമ്പോൾ ഈ കഴിഞ്ഞ വർഷം അവരുടെ വിറ്റുവരവ് 100 കോടി കവിഞ്ഞിരിക്കുകയാണ്. ഈ കഴിഞ്ഞ 3 വർഷം അഭിമാനകരമായ മുന്നേറ്റം ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ആ സംരംഭത്തെ ശാക്തീകരിക്കാൻ, വർത്തമാനകാലത്ത് കൂടുതൽ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളിലേക്ക് ആ സ്ഥാപനത്തെ സംരംഭത്തെ എത്തിക്കാൻ വേണ്ടിയുള്ള വലിയൊരു നടപടിയിലാണ് സംസ്ഥാന ഗവൺമെന്റ് നടക്കുന്നത്. സമ്പാദ്യ സമാശ്വാസ പദ്ധതിയെ പറ്റി വിൻസെന്റ് ഇവിടെ പറഞ്ഞു. അത് പറഞ്ഞു പോയി കേട്ടില്ല, ആളില്ല. സാർ, 4,500 രൂപയിൽ മനസ്സിലാക്കേണ്ടത് 1,500 രൂപ ഇപ്പോൾ കൊടുത്തു. ഇനി 1,500 രൂപ ഇപ്പോൾ കൊടുക്കാൻ പോവാണ്. കേന്ദ്ര ഗവൺമെന്റ് 1,500 രൂപ കിട്ടിയില്ല. നമുക്ക് ഒരുമിച്ച് പോയി ആ കാര്യത്തിൽ സമരം ചെയ്യേണ്ടി വരും. അങ്ങനെ വന്നെങ്കിൽ മാത്രമേ ആ പൂർണ്ണമായി പണം കൊടുക്കാൻ പറ്റൂ. എന്തായാലും ഈ വർഷം ഇപ്പോൾ തന്നെ 1,500 കൊടുത്തു കഴിഞ്ഞു. അടുത്ത 1,500 കൊടുക്കാൻ നടപടി സ്വീകരിക്കാൻ പോവുകയാണ്. ആഴക്കടൽ മത്സ്യബന്ധനത്തിന്റെ കാര്യം ഞാൻ ഇന്നലെ വിശദീകരിച്ചു. അത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും മാതൃകാപരമായ പദ്ധതിയാണ്. ചെറിയ പ്രയാസങ്ങൾ അതിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്. അത് പരിഹരിക്കാനുള്ള നടപടി ഗവൺമെന്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മണ്ണെണ്ണ സംബന്ധിച്ചുള്ള പ്രശ്നങ്ങളോട് വന്നു. മണ്ണെണ്ണ ഇനി ലഭിക്കില്ല. അതിന് 25% രൂപ ഇപ്പോൾ കൊടുക്കുന്നുണ്ട്. LPGയിലേക്കും ഡീസലിലേക്കും പെട്രോളിലേക്കും മാറേണ്ടതായിട്ടുണ്ട്. അതിനുവേണ്ടി 10 കോടി രൂപ ഗവൺമെന്റ് ഇപ്പോൾ വെച്ചു. ആ പണം ഇപ്പോൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള നടപടികൾ സ്വീകരിക്കുകയാണ്. സാർ, തീരസദസ്സിനെ പറ്റി വിമർശനം വന്നു. തീരസദസ്സ് കേരളത്തിലെ 47 നിയമസഭാ മണ്ഡലങ്ങൾ നടത്തി. വളരെ വലിയ വിജയമായിരുന്നു. ഞാൻ അതിനകത്തൊരു കാര്യം പറഞ്ഞോട്ടെ. എത്രയോ ചുവപ്പ് നാടയിൽ കുടുങ്ങിക്കിടന്ന എത്രയോ പ്രശ്നങ്ങൾക്കാണ് പരിഹാരം കണ്ടത്. ഇവിടെ പറയുന്നവർക്ക് നിഷേധിക്കാൻ പറ്റുമോ? 25,150 അപേക്ഷയിൽ 24,778 അപേക്ഷയ്ക്ക് തീരുമാനമെടുത്തു. ബഹുമാനപ്പെട്ട ഹമീദ്, അങ്ങ് പറഞ്ഞ വിഷയം എന്താ? വൻകിട പദ്ധതികൾ അങ്ങ് പറഞ്ഞതിനെ പറ്റി ഞാൻ പറയാം. അതൊന്നും മത്സ്യവകുപ്പിന് കീഴിൽ വരുന്നതല്ല. പക്ഷേ അവിടെ മത്സ്യത്തൊഴിലാളിക്ക് കിട്ടേണ്ട ഒരു 10,000 രൂപ, അല്ലെങ്കിൽ 25,000 രൂപ, അല്ലെങ്കിൽ ഒരു 50,000 രൂപ, അല്ലെങ്കിൽ അവിടുത്തെ ഒരു വല നഷ്ടപ്പെട്ട കാശ്, അല്ലെങ്കിൽ ഒരു വള്ളം നഷ്ടപ്പെട്ട കാശ്, ആ മുഴുവൻ പൈസയും കൊടുത്തുകൊണ്ട് തീരസദസ്സിൽ വന്ന അപേക്ഷകൾക്ക് പരിഹാരം കണ്ടുകൊണ്ട് മുന്നോട്ട് പോകുന്നു. അത് റിവ്യൂ ചെയ്തു, നിരന്തരം അത് മോണിറ്റർ ചെയ്യുന്നുണ്ട്. ഇനി എന്തെങ്കിലും അങ്ങയുടെ മണ്ഡലത്തിൽ പരിഹരിക്കാനുണ്ടെങ്കിൽ, ഏതെങ്കിലും മണ്ഡലത്തിൽ പരിഹരിക്കാനുണ്ടെങ്കിൽ അത് മത്സ്യവകുപ്പുമായി ബന്ധപ്പെട്ടത് എന്നെ ഏൽപ്പിക്കുക. ബാക്കിയുള്ള കാര്യങ്ങൾ ഇതര വകുപ്പുകളെ ഏൽപ്പിച്ചിട്ടുണ്ട്. അത് ഞങ്ങൾ മന്ത്രിമാരായിട്ട് സംസാരിക്കുന്നുണ്ട്. സമയക്കുറവുകൊണ്ട് ഞാൻ അതിന്റെ വിശദാംശം പോകുന്നില്ല. ഇല്ല, ഇതെല്ലാം ഇന്ന് ചർച്ചയ്ക്ക് വന്നുകൊണ്ട് ഒന്നുകൂടെ പറഞ്ഞെങ്കിൽ അവർക്ക് മനസ്സിലാക്കും. സാർ, തൊഴിൽ തീരം ഒരു പുതിയ പദ്ധതി ഇപ്പോൾ ഈ ഗവൺമെന്റ് എടുത്തിരിക്കുകയാണ്. പുതിയ
തൊഴിൽ മേഖലയിലേക്ക് പോകുന്നതിന് വേണ്ടിയുള്ള ചില പ്രവർത്തനങ്ങൾ ഞങ്ങൾ രൂപപ്പെടുത്തിയിരിക്കുന്നു. MLA-മാർ ചെയർമാൻമാരായ ഒരു കമ്മിറ്റി എല്ലാ മണ്ഡലങ്ങളിലും ഇപ്പോൾ രൂപീകരിച്ചുകൊണ്ടിരിക്കുന്നു. 46 തീരദേശ മണ്ഡലങ്ങളിൽ ഇപ്പോൾ അതിൻ്റെ കമ്മിറ്റികളായി കഴിഞ്ഞു. ബാക്കിയുള്ള സ്ഥലങ്ങളിലേക്ക് അതിൻ്റെ നടപടി എത്തിക്കുകയാണ്. വലിയ തരത്തിലുള്ള ഒരു പ്രോജക്റ്റാണ് തൊഴിൽ തീരവുമായി ബന്ധപ്പെട്ട് നമ്മൾ നടപ്പാക്കുന്നത്. ശുചിത്വസാഗര സുന്ദരതീരം, കേരളത്തിൻ്റെ തീരമേഖല ശുചിത്വമുണ്ടാക്കുക എന്ന നിലയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് ടൂറിസം വകുപ്പുമായി ബന്ധപ്പെട്ട് വലിയൊരു പ്രോജക്റ്റ് ഏറ്റെടുത്തിരിക്കുകയാണ്. എല്ലാ MLA-മാരുടെ സഹായം തുടർന്ന് വരും ദിവസങ്ങളിൽ ആവശ്യമാണ്. സാർ, കൃത്രിമ പാല് സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഉത്പാദന വളർച്ചയ്ക്ക് വേണ്ടി നടപ്പാക്കുന്ന വലിയൊരു പദ്ധതിയാണ്. തിരുവനന്തപുരം ജില്ലയിൽ തന്നെ 10,000-ഓളം കൃത്രിമ പാലുകൾ ഇപ്പോൾ നിക്ഷേപിച്ചു കഴിഞ്ഞു. അതിൻ്റെ വിശദാംശങ്ങളെല്ലാം ഞാൻ ഇവിടെ പറഞ്ഞുകൊണ്ട് അതിലേക്ക് പോകുന്നില്ല. ബാക്കിയുള്ള സ്ഥലങ്ങളിൽ അത് നിക്ഷേപിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ സീ ഫുഡ് കഫേ ആരംഭിച്ചു. കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളിലും ഒരു സീ ഫുഡ് കഫേ ആരംഭിക്കാൻ വേണ്ടിയുള്ള ശ്രമം തുടങ്ങി. ആദ്യഘട്ടമായി 14 ജില്ലകൾ തുടങ്ങാൻ പോവുകയാണ്. വിഴിഞ്ഞത്ത് ഒന്നാന്തര സീ ഫുഡ് കഫേ തുടങ്ങി. നല്ല സീ ഫുഡാണ്. ആദ്യം നിങ്ങളെല്ലാവരും പോയി അവിടെ കഴിക്കണം. പണം കൊടുക്കേണ്ടി വരും. എങ്കിലും അത് കഴിച്ചതിന് ശേഷം നമ്മുടെ മണ്ഡലങ്ങളിലേക്ക് അത് കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള സഹായം ആവശ്യപ്പെട്ടാൽ അത് തരും. 1000 കേന്ദ്രങ്ങളിൽ തുടങ്ങാനാണ് ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത്. ഇതുവഴി 5000 പേർക്ക് ജോലി കൊടുക്കാനാണ്, മത്സ്യമേഖലയിലെ തൊഴിലാളിക്ക് ജോലി കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. സാർ, ഞാൻ ഒരുപാട് വിശദീകരിക്കുന്നില്ല സാർ. ഉത്പാദന രംഗത്ത്, തൊഴിൽ മേഖലയില്, ജീവന നിലവാരത്തില്, വിദ്യാഭ്യാസത്തില്, ഭവന നിർമ്മാണത്തില്, കടൽ സുരക്ഷയില് ചെയ്ത ഓരോ കാര്യങ്ങളും പറയാൻ പോയാൽ മണിക്കൂർ എടുക്കുന്നുണ്ട്. ഞാൻ അതിലേക്ക് പോകുന്നില്ല. ബഹുമാനപ്പെട്ട അംഗങ്ങൾ പറഞ്ഞ ചില കാര്യങ്ങൾ പറഞ്ഞു പോകേണ്ടതുണ്ട്. അതുകൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഇപ്പൊ ബഹുമാനപ്പെട്ട നമ്മുടെ അബ്ദുൽ ഹമീദ് പറഞ്ഞൊരു പ്രശ്നമുണ്ട്, പൊന്നാനിയിലെ പ്രശ്നം. പൊന്നാനിയിലെ പ്രശ്നം, കടൽക്ഷോഭം നേരിടുന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്ന ആളുകളെ മാറ്റിപ്പാർപ്പിക്കുന്ന നടപടി സ്വീകരിച്ചിട്ടുണ്ട്. ആ പ്രശ്നത്തെക്കുറിച്ച് ബഹുമാനപ്പെട്ട റവന്യൂ മന്ത്രി അക്കാര്യത്തിൽ ശക്തമായി ഇടപെട്ടിട്ടുണ്ടെന്നുള്ള കാര്യം ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട്. അവിടെ ഇപ്പോൾ തന്നെ ഏതാണ്ട് 1806 പേരെ മാറ്റി പാർപ്പിക്കാൻ വേണ്ടിയുള്ള നടപടിയാണ് സ്വീകരിച്ചിരിക്കുന്നത്. പിന്നെ അങ്ങ് പറഞ്ഞ ഒരു കാര്യം, ടിപ്പു സുൽത്താൻ റോഡിൻ്റെ ഒരു കാര്യം പറഞ്ഞു. അവിടെ ഒരു കേസ് നിലനിൽക്കുന്നതുകൊണ്ടാണ് ആ വർക്ക് ചെയ്യാൻ കഴിയാത്തത്. ആ കേസ് അത് പിൻവലിച്ച ആ കേസ് പ്രശ്നം തീർക്കാൻ അങ്ങ് മുൻകൈ എടുക്കണം. അതിനാവശ്യമായിട്ടുള്ള സഹായം സർക്കാരിൻ്റെ ഭാഗത്തുണ്ടാകും. ബഹുമാനപ്പെട്ട ഉമാ തോമസ് പറഞ്ഞ പ്രശ്നം, ഉമാ തോമസ് പറഞ്ഞപ്പോൾ ഈ വകുപ്പ് ഏതാണ്ട് ഇവിടെ കേരളത്തിലങ്ങ് അസ്തമിച്ചു പോയി. ഇപ്പോൾ ഈ വകുപ്പ് ഒന്നും ഇല്ല എന്നൊരു തോന്നൽ വരുന്ന രൂപത്തിലാണ്. അതാണ് ഞാൻ പറഞ്ഞത്. 5 ലക്ഷം രൂപ 20 ലക്ഷമായി വർദ്ധിപ്പിച്ചത് ഈ ഗവൺമെൻറ് കാലത്താണ്. സമ്പാദ്യ സമാശ്വാസ പദ്ധതിയെപ്പറ്റി ഞാനിവിടെ പറഞ്ഞു. പിന്നെ പ്രീമിയം 90% യാനങ്ങൾ കൊടുക്കുന്നുണ്ട്. കൂടുതൽ കാര്യങ്ങൾ ആവശ്യമാണെങ്കിൽ അത് ചെയ്യുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. വിൻസെന്റിന് ഞാൻ ഇനി മറുപടി പറയുന്നില്ല. 2 ദിവസമായി അടുപ്പിച്ച് മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ആ ഭാഗത്തേക്ക് കടക്കുന്നില്ല. വിനോദിനെ പറ്റി വിനോദ് ചോദിച്ച കാര്യത്തിന് മറുപടി പറഞ്ഞു കഴിഞ്ഞു. പിന്നെ പൊന്നാനി ബോട്ടപകടത്തെ പറ്റി ഇവിടെ ചോദിച്ചു. അവിടെ 2 പേർക്കും, പൊന്നാനി ഈ ഉൾക്കടലിൽ പോയി പിന്നെ തീരത്ത് കപ്പൽ വന്ന് ഇടിച്ച കേസാണ്. ആ 2 പേർക്കും ഇൻഷുറൻസ് ഇല്ല എന്ന പ്രശ്നമാണ് മനസ്സിലാക്കുന്നത്. അവരെ മറ്റു തരത്തിൽ എങ്ങനെ സഹായിക്കാൻ കഴിയുമെന്നതിനെ കുറിച്ച് ഗവൺമെന്റ് ഇപ്പോൾ ആലോചിച്ചിട്ടുണ്ട്. ഫയൽ പുട്ടപ്പ് ചെയ്തിട്ടുണ്ട്. വേണ്ട സഹായങ്ങൾ ചെയ്യാം. ബഹുമാനപ്പെട്ട KPA മജീദ് ഇവിടെ സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞു UDF-ന്റെ ഭരണം അവസാനിക്കുമ്പോൾ ഭയങ്കര ലാഭത്തിലായിരുന്നു മത്സ്യഫെഡ്. ഇപ്പോൾ മത്സ്യഫെഡിലങ്ങ് താഴോട്ട് പോയി. ബഹുമാനപ്പെട്ട KPA മജീദ് വളരെ ഉന്നതനായ രാഷ്ട്രീയ നേതാവാണ്, പാർലമെന്റേറിയനാണ്. പക്ഷേ ഞാൻ കണക്ക് പറയാം. 2015-16 അതേ ഇവിടെ ഇല്ല, ഒന്ന് പറഞ്ഞേക്കണം. 2015-16 4.24 കോടി രൂപ മത്സ്യഫെഡ് നഷ്ടത്തിലായിരുന്നു. ആരുടെ കാലത്ത്? നിങ്ങളുടെ കാലത്ത്. 2023-24 ഈ കാലത്ത് 6.49 കോടി രൂപ ലാഭത്തിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണത്. അതുപോലെ തന്നെ ഇപ്പോൾ ആദ്യമായി ആലപ്പുഴ പുന്നപ്രയിൽ 5 കോടി രൂപ മുടക്കിയ യാൻ ടെസ്റ്റിംഗ് യൂണിറ്റ് പ്രവർത്തനം ആരംഭിച്ചു മത്സ്യഫെഡിന്റെ കീഴിൽ. അതുപോലെ തന്നെ പുതിയ ധാരാളം പ്രോജക്റ്റുകൾ, എല്ലാം വിശദീകരിക്കുന്നില്ല. അവാർഡിനെ കുറിച്ചുകൂടെ പറഞ്ഞു. 21-22 വർഷത്തിൽ ഇന്ത്യയിലെ ഏറ്റവും മികച്ച അർദ്ധ സർക്കാർ സ്ഥാപനമുള്ള ദേശീയ അവാർഡ് മത്സ്യഫെഡ് മേടിച്ചു. ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം 22-23 കടൽ മത്സ്യബന്ധന മേഖല ഏറ്റവും മികച്ച സ്ഥാപനത്തിലുള്ള ദേശീയ അവാർഡ് മേടിച്ചു. അങ്ങനെ ഏറ്റവും മികച്ച പ്രവർത്തനം നടത്തുന്ന സ്ഥാപനമായി മത്സ്യഫെഡിനെ മാറ്റി.
പിന്നെ അദ്ദേഹം ധാരാളം കാര്യങ്ങൾ ചോദിച്ചാൽ എല്ലാം ഇദ്ദേഹം ബഹുമാനപ്പെട്ട സ്പീക്കർ ഇടയ്ക്കിടയ്ക്ക് ഇടപെടുന്നതുകൊണ്ട് ഞാൻ പറയുന്നില്ല. പിന്നെ അദ്ദേഹം ചോദിച്ചൊരു ചോദ്യമുണ്ട് സാർ, ഈ മത്സ്യ സഹകരണ സംഘങ്ങളെ പറ്റി അത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ കേരളത്തിലെ മത്സ്യ സഹകരണ സംഘത്തെ ശാക്തീകരിക്കുക എന്ന നിലപാടാണ് ഞാൻ മന്ത്രി അന്വേഷണം ആദ്യം സ്വീകരിച്ചത്. 750ഓളം മത്സ്യ സഹകരണ സംഘങ്ങളിൽ ബഹുഭൂരിപക്ഷവും മത്സ്യഫെഡിൻ്റെ കീഴിൽ വേണ്ടത്ര ഗുണപരമായി പ്രവർത്തിക്കുന്ന സംഘങ്ങളല്ലായിരുന്നു. എന്നാൽ കേരളത്തിൽ 16 സംഘങ്ങൾ മെച്ചപ്പെട്ട നിലയിൽ പ്രവർത്തിച്ചു. ആ 16 മെച്ചപ്പെട്ട സംഘങ്ങളുടെ ഭാരവാഹികളുടെ യോഗം തിരുവനന്തപുരത്ത് വിളിച്ചുകൂട്ടി മറ്റുള്ള സംഘത്തിൻ്റെ ഭാരവാഹികളും ഇരുവിച്ചിരുത്തി എങ്ങനെയാണ് ലാഭകരമായി പോകുന്നത്, മത്സ്യത്തൊഴിലാളികളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് ഏറ്റവും ആദ്യം നിങ്ങളാണ് ഇടപെടേണ്ടത് എന്ന കാര്യം മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ നല്ല ഇടപെടൽ നടത്തി. ഇപ്പോൾ 123 മത്സ്യത്തൊഴിലാളി സഹകരണ സംഘങ്ങളെ ശാക്തീകരണ പദ്ധതി ഉൾപ്പെടുത്തി 15 ലക്ഷത്തോളം രൂപ ഓരോ സംഘത്തിനും ധനസഹായം നൽകാനുള്ള നടപടികളുമായി മുന്നോട്ട് പോകുന്നു. ഇപ്പോൾ അതിൻ്റെ ഭാഗമായി 51 സംഘങ്ങൾക്ക് ഒന്നാമത് ഒരു ആദ്യ ഗഡു കൊടുത്തുകൊണ്ട് മത്സ്യത്തൊഴിലാളി സംഘങ്ങൾ ഈ കേരളത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും വലിയ വളർച്ച നേരിടുന്ന ഒരു കാലമാണ് എന്ന അഭിമാനത്തോടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. സാറേ ഒന്നും ആയില്ല സാറേ, 30 മിനിറ്റായി. സാറേ 30 സാറേ, നേരത്തെ കട്ട് ചെയ്ത് നേരത്തെ സാറേ 15 ആയുള്ളൂ. നിങ്ങൾ ഈൽഡ് ചെയ്തപ്പം കട്ട് ചെയ്യുന്നു, അങ്ങനെ പറ്റില്ല. പ്ലീസ് 15 ആയുള്ളൂ പ്ലീസ്. ആ കണക്ക് തെറ്റാ സാർ. അല്ല അത് ഞാൻ ബഹുമാനപ്പെട്ട രമ പറഞ്ഞ കാര്യം സാർ, ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇത് പറഞ്ഞ് മനസ്സിൽ പറഞ്ഞിട്ട് അവർ പോകും. നമ്മള് ബഹുമാനപ്പെട്ട രമ മെമ്പർ ഇവിടെ പറഞ്ഞല്ലോ 15 ലക്ഷം രൂപയുടെ എഗ്രിമെന്റ് വെച്ചു അവിടുത്തെ ഹാർബർ, ചോമ്പാൽ ഹാർബർ. ശരിയാണ്, ഞാനവിടെ വന്ന് നേരിട്ട് സന്ദർശിച്ച ഹാർബറിലേക്കുള്ള അപ്രോച്ച് കൊണ്ട് 56 ലക്ഷം രൂപ ചെലവഴിച്ച് നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയായി വരുന്നു. ഹാർബറിലെ കെട്ടിടങ്ങൾക്ക് അടിയന്തര അറ്റകുറ്റപ്പണി നടത്തുന്നതിന് പുതിയ എസ്റ്റിമേറ്റ് എടുത്തു. അവിടെ റോഡ് പണിയുന്ന രമയോടെ പോകണം. രമ ടീച്ചറിനെ തോപ്പിക്കാൻ പോയ ആ സമയം നോക്കി ഇടയ്ക്ക് അവിടെ കൂടെ സന്ദർശിക്കുക, ഉള്ള കാര്യം പറഞ്ഞത് അവിടെ പോകണം, അടിയന്തരമായിട്ട് പോകണം. ഇനിയും ബഹുമാനപ്പെട്ട രമ പറഞ്ഞ ഹാർബർ നവീകരണത്തിനായി 11 കോടി രൂപയുടെ പ്രവൃത്തികൾക്കുള്ള എസ്റ്റിമേറ്റുകൾ തയ്യാറാക്കി വരുന്നു. ബഹുമാനപ്പെട്ട മെമ്പർ മന്ത്രി എന്ന നിലയിൽ ഞാൻ അവിടെ സന്ദർശിച്ചതിന്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ എസ്റ്റിമേറ്റ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്ക് ഈ വർഷത്തെ നബാർഡ് സമർപ്പിക്കും. അങ്ങ് പറഞ്ഞ കാര്യങ്ങൾക്ക് നല്ല പരിഗണന തരുമെന്ന് കാര്യത്തിൽ സംശയം വേണ്ട. ഓക്കെ. പിന്നെ അവിടുത്തെ ഫിഷ് ടാങ്കിങ് സെന്ററിനെ പറ്റി അതിന് ഞാൻ പറയുന്നില്ല. അപ്പോൾ അതാണെന്ന്. പിന്നെ ചോമ്പാൽ ഞാനിവിടെ പറഞ്ഞു, ഞാനത് കഴിഞ്ഞിട്ട് നമുക്ക് സമയം തരും. പിന്നെ ബഹുമാനപ്പെട്ട അരുൺകുമാറോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞാൻ വിശദീകരിച്ചു. നല്ല പുരോഗതി ഈ കാര്യത്തിലെല്ലാം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് സാർ. ഞാൻ പറഞ്ഞു, ഇനി അധികം പറയാൻ പോയി കഴിഞ്ഞാൽ ശരിയാവില്ല. അങ്ങ് പറഞ്ഞ കുറേ പോയിന്റ് ഞാൻ കേട്ടിട്ടും അടുത്താണ്, അതുകൊണ്ടാണ് പറയുന്നത് ഈ സെഷനിൽ തന്നെ. സാർ ഞാൻ ബാക്കി പറയാൻ സാർ, ഇതിനകത്ത് അങ്ങ് മനസ്സിലാക്കേണ്ടത്, ഞാൻ ഇനിയും പറയേണ്ടത് കാവിലുണ്ട്. ഞങ്ങളുടെ ഒരു കമ്പനിയാണ് നിയമസഭയിൽ ഇത്തരം കാര്യങ്ങൾക്ക്, അതായത് ആ കമ്പനി ഇപ്പോൾ 10 ഏക്കർ സ്ഥലം റവന്യൂ വകുപ്പ് സൗജന്യമായിട്ട് തന്നു. എറണാകുളത്ത് പ്രവർത്തിക്കുന്ന കമ്പനിയാണ്. അതിനെ ഒരു അന്താരാഷ്ട്ര നിലവാരമുള്ള കമ്പനിയാക്കി ഉയർത്താനുള്ള അതിൻ്റെ പുതിയ MOU മാറ്റം വരുത്തി. അതിന് പബ്ലിക് പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു വലിയ എക്സ്പോർട്ടിംഗ് കമ്പനിയായി ഡെവലപ്പ് ചെയ്യാൻ പോകുന്നു. ആ കാര്യം ഞാനിവിടെ വിശദീകരിച്ചില്ല. അഡാക്കിൻ്റെ നേതൃത്വത്തിൽ ധാരാളം പ്രവർത്തനങ്ങൾ കേരളത്തിൽ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഹാർബർ എഞ്ചിനീയറിംഗ് നേതൃത്വത്തിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ, അത് ഞാൻ വിശദീകരിക്കാൻ പോയി അങ്ങനെ 1 മണിക്കൂർ തണ്ടി വരും. മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡ് വളരെ ഫലപ്രദമായി ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ തീരദേശ വികസന കോർപ്പറേഷൻ അതിന് പ്രത്യേക ഏത് പ്രവൃത്തി എടുക്കാനും അനുവാദം തന്നു. ബഹുമാനപ്പെട്ട ഗണേഷ് കുമാറിലേക്ക് അഭ്യർത്ഥനയുണ്ട്. PWD ബിൽഡിങ്സ് മാത്രമല്ല, നമ്മുടെ വകുപ്പിലുള്ള തീരദേശ വികസന കോർപ്പറേഷന് കേരളത്തിലെ 7 ഡിപ്പാർട്ട്മെന്റിന്റെ പ്രവൃത്തിയായിട്ട് കഴിയും. കുറച്ച് പ്രവൃത്തി ഞാൻ കൂടെ തരണം, ഒരു കുഴപ്പമില്ല. അങ്ങനെ അതും രക്ഷപ്പെട്ട് അങ്ങനെ ആ സ്ഥാപനം ഇന്ന് ലാഭകരമായി, സ്വന്തമായി കെട്ടിടമായി. ഇങ്ങനെ എല്ലാ സ്ഥാപനങ്ങളെയും ഒന്നൊന്നായി മെച്ചപ്പെടുത്തിക്കൊണ്ടാണ് 3 വർഷക്കാലമായി ഈ ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നത്. ഞാൻ അവസാനിപ്പിക്കുകയാണ് സാർ. മുതലപ്പടിയെ പറ്റി ഇവിടെ പറഞ്ഞു, അതിൻ്റെ മരണത്തെ സംബന്ധിച്ച് ഇന്നലെ വിശദമായി പറഞ്ഞു. പക്ഷെ ഒറ്റ കാര്യം പറയാം, അവിടെ ബഹുമാനപ്പെട്ട ജോയി ചോദിച്ചൊരു ചോദ്യമുണ്ട്. അദാനിയെ ഇതിൽ നിന്ന് മാറ്റി അവരുടെ എഗ്രിമെന്റ് തീർന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഏറ്റെടുക്കാൻ പറ്റുമോ? സാർ, അത് ഗവൺമെന്റ് പരിഗണിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം അവരുമായിട്ട് ചർച്ച നടത്തി. അവർ 2 മാസം കൂടി അവധി ചോദിച്ചിരിക്കുകയാണ്. അവരെ ആത്മാർത്ഥമായി ചെയ്ത് തീർക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇല്ലെങ്കിൽ അവരെ മാറ്റി സംസ്ഥാന ഗവൺമെന്റ് ഫിഷറീസ് വകുപ്പ് തന്നെ ആ പ്രവർത്തി നടത്തുമെന്ന കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ്. രാഷ്ട്രീയ പ്രശ്നം ഒന്നും പറയുന്നില്ല, ഒറ്റ കാര്യം പറയാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. നമ്മൾ നല്ല ഐക്യത്തിന് യോജിപ്പിൽ പോകണം. ഈ കുടിലമായ രാഷ്ട്രീയ തന്ത്രങ്ങൾ മാത്രം കൊണ്ട് ഇന്നത്തെ കേരളത്തിൻ്റെ രാഷ്ട്രീയ പ്രശ്നങ്ങളെ നമുക്ക് മായ്ച്ചു കളയാൻ കഴിയില്ല. പറയട്ടെ, ഞാൻ പറഞ്ഞു
നമുക്കും നിങ്ങൾക്കും എല്ലാം രാഷ്ട്രീയ നിലപാടുണ്ട്. സ്പീക്കർ അനുവദിക്കാൻ ഞാൻ സമ്മതിക്കാം. ഇല്ല പറ്റില്ല. ഇതിൽ ചില കാര്യങ്ങളുടെ ബഹുമാനപ്പെട്ട ജോയി മെമ്പർ പറഞ്ഞു. ഇന്ന് നമ്മുടെ സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം വർഗീയ ശക്തികളുടെ കടന്നുവരവാണ്. വർഗീയ ശക്തികളുടെ കടന്നുവരവിനെ ചെറുക്കാൻ, ഈ കേരളത്തിലെ മതനിരപേക്ഷ ഐക്യം ഉയർത്തിപ്പിടിക്കാൻ എല്ലാ രാഷ്ട്രീയ പ്രശ്നങ്ങളെയും രാഷ്ട്രീയ കണ്ണുകൊണ്ട് കാണരുത്. നിങ്ങൾക്ക് ഉന്നയിക്കേണ്ട എല്ലാ പ്രശ്നങ്ങളും ഉന്നയിക്കാം. പക്ഷേ അത് കേൾക്കാനുള്ള ബാധ്യത ഈ ഗവൺമെൻറ്റുണ്ട്. ഞാൻ ആത്മാർത്ഥമായിട്ടാണ് പറയുന്നത്. നിങ്ങളും ഞങ്ങളും എല്ലാം രാഷ്ട്രീയ വിദ്യാർത്ഥികളാണ്. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ആ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ കേരളത്തിൽ വളർന്നു വരുന്ന പുതിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ നമ്മൾ ഒട്ടും മറിച്ച് കാണും, ഒട്ടും കുറച്ച് കാണും. അതുകൊണ്ട് ചില പ്രശ്നങ്ങൾ ഹൈലൈറ്റ് ചെയ്യേണ്ടത് പ്രതിപക്ഷത്തിൻ്റെ ഉദ്ദേശമാണ്. ഉദ്ദേശത്തിനൊരു ശുദ്ധി വേണം. അതേ ഞാൻ പറഞ്ഞുള്ളൂ. എല്ലാം ഇടതുപക്ഷത്തിൻ്റെ നെഞ്ചത്ത് വെച്ച് കെട്ടി കയറാം, അല്ലെങ്കിൽ അടിച്ചു തകർക്കാം എന്ന് ധരിച്ചാൽ നിങ്ങളുടെ സ്ഥാനത്തോ ഞങ്ങളുടെ സ്ഥാനത്തോ വരാൻ പോകുന്ന ഒരു അപകടം മുന്നിൽ കണ്ടോളും. കേരളത്തിൻ്റെ നവോത്ഥാന മൂവ്മെൻറ്റുകൾ ഉണ്ടാക്കിയ ഒരു മുന്നേറ്റം, ഒരു നേട്ടം, വളർച്ച ഈ കേരളത്തിൽ ഇല്ലായ്മയാകുന്ന ഒരു കാലത്തേക്ക് പോന്നു. പറയട്ടെ, ഞാൻ ഹമീദ് ഇവിടെ പറഞ്ഞു, ഒറ്റ കാര്യത്തിൽ മറുപടി പറയാം, വേറൊന്നും പറയുന്നില്ല. അദ്ദേഹം പറഞ്ഞു ഇടതുപക്ഷത്തിൻ്റെ പിന്നോക്ക വിഭാഗത്തിൻ്റെ അടിത്തറ ഇടതുപക്ഷത്ത് ഒഴുകിപ്പോയി. ഞാൻ ഒരു കാര്യം പറയാം, ഞങ്ങൾക്ക് ചില ക്ഷീണം സംഭവിച്ചിട്ടുണ്ട്, ഞങ്ങളത് പരിശോധിക്കും. ഞങ്ങളുടെ മാത്രമല്ല ഒഴുകിപ്പോയത്, നിങ്ങളുടെ ഒഴുകിപ്പോയി. ഞങ്ങളുടെ 1.43 പോയപ്പോൾ നിങ്ങളുടെ 2.45 പോയി. അതുകൊണ്ട് ആ പോക്കിനെ കുറിച്ചൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഡിബേറ്റ് ചെയ്യണ്ട. അദ്ദേഹം പറഞ്ഞപ്പോൾ ഒരു കാര്യം അത് മനസ്സിലാക്കിക്കോണം. ഇന്ന് കാണുന്ന കേരളത്തിൻ്റെ സാമൂഹ്യ രാഷ്ട്രീയ മുന്നേറ്റത്തിലൊരു സാംസ്കാരിക പ്രതലമുണ്ടായിരുന്നു. ആ പ്രതലത്തെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്ന വർഗീയ ശക്തികൾ എല്ലാ മേഖലയിലും കടന്നു കയറിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിക്കോണം. മൈനോറിറ്റി മേലെ കടന്നു കയറിയില്ല സാർ. തൃശ്ശൂർ ജില്ലയിലെ വിജയത്തിന്റെ കണക്കെടുത്ത് പരിശോധിച്ചാൽ ഓരോ മണ്ഡലം എടുത്ത് പരിശോധിച്ച് കടന്നില്ലേ? അപ്പൊ അതുകൊണ്ട് ഞങ്ങളുടെ ഏതാണ്ട് അങ്ങ് തകർന്നു എന്ന് സാറിനൊന്നും വേണ്ട. ഞാൻ ഇന്നലെ കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷന്റെയും 2001 മുതൽ അസംബ്ലി ഇലക്ഷന്റെയും 2004 മുതൽ പാർലമെന്റ് ഇലക്ഷൻ കണക്ക് ചെയ്യാൻ പറഞ്ഞു. പാർലമെന്റ് ഇലക്ഷനിൽ നിങ്ങൾക്ക് നേട്ടം ഉണ്ടാകുമ്പോൾ അസംബ്ലി തെരഞ്ഞെടുപ്പ് ഞങ്ങൾക്ക് നേട്ടം ഉണ്ടാകും. പക്ഷെ രണ്ട് നേട്ടം ഉണ്ടാകുമ്പോഴും മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്ന രണ്ട് മുന്നണിക്കാണ് നേട്ടം. ആ സ്ഥാനത്ത് വർഗീയ ശക്തികൾ കേരളത്തിൽ വരാതിരിക്കാൻ വേണ്ടി താൽക്കാലിക ലാഭത്തിന് വേണ്ടി രാഷ്ട്രീയ പ്രശ്നങ്ങളെ ഹൈലൈറ്റ് ചെയ്യാൻ ശ്രമിക്കാതെ പ്രശ്നാധിഷ്ഠിതമായി വിഷയങ്ങളെ ഉന്നയിച്ചുകൊണ്ട് നല്ല യോജിച്ച അന്തരീക്ഷത്തിൽ രാജ്യത്തിൻ്റെ മതനിരപേക്ഷത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പോകണം. അതിൻ്റെ ഭാഗമായി നമുക്ക് ഒരുമിച്ച് ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിക്കണമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ ധനാഭ്യർത്ഥന അംഗീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു.